ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസം ഓളമായി ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അതായത് യൂട്യൂബ് റിലേറ്റഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണ് സാൻമേരി വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, ഷോർട്സ് മാത്രമല്ലേ കാണുന്നുള്ളൂ, എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ പറ്റിയൊക്കെ എല്ലാവരും തിരക്കുന്നതിൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇന്ന് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ യൂട്യൂബ് വരുമാനം വന്നിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയാനായിട്ട്. ഇതിപ്പോൾ എനിക്ക് കാണുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതും അതിനായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുന്നതും വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻസും സ്റ്റാൻഡ് ഇല്ലാണ്ടിരുന്ന് വിഷമിക്കുന്നതും പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് സ്റ്റാൻഡാക്കി അങ്ങനെ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതും ഷോർട്സ് എടുക്കുന്നതായാലും എല്ലാം, അതാണ് ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയിൽ വരുന്നത്. എന്നെപ്പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ചുമ്മാ ഇരുന്ന് യൂട്യൂബ് ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴായിരിക്കും എങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് പേര് നോക്കുവാണെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സ്, 200 സബ്സ്ക്രൈബേഴ്സ്, 500 താഴെ സബ്സ്ക്രൈബേഴ്സ്, അതായത് പുതിയ യൂട്യൂബ് ചാനൽ ഈ 2025 സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം യൂട്യൂബിൽ നിന്ന് നമ്മൾ വരുമാനം നമുക്ക് കിട്ടും എന്ന് നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല എന്നൊരു തോട്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളെപ്പോലെ സാധാരണ ആൾക്കാരാണെങ്കിൽ കൂടിയും എന്താ പറയുക, ക്യാമറ പോലും ഇല്ലാണ്ട് നോർമൽ ഫോൺ യൂസ് ചെയ്തിട്ട് ഇൻകം ഏൺ ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് കൂടി ഇൻസ്പിറേഷൻ ആകുന്നത്. അങ്ങനെ ഇൻസ്പയർഡ് ആയ ഒരാൾ കൂടിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഞാൻ അത്യാവശ്യം ഒരു മടിയുള്ളൊരു കൂട്ടത്തിലാണ്. മടിയുള്ളൊരു കൂട്ടത്തിലൊന്നുമല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ എന്തൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അതൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ കാരണം എനിക്ക് പാതിക്ക് വെച്ച് ഇങ്ങനെ സ്റ്റക്കായി പോകാറുണ്ട്. പക്ഷേ ഈ യൂട്യൂബിൻ്റെ കാര്യത്തിൽ അത് മാത്രമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഞാൻ ഈ യൂട്യൂബിൻ്റെ ഈ ഒരു ഇൻകം വെച്ച് ഞാനൊരു സംഭവം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ചെറിയൊരു ബിസിനസ്സാണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് വേണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൂടി ഇപ്പോൾ സാധിക്കാൻ പോവാണ്. അതിനു മുമ്പായിട്ട് എനിക്ക് എങ്ങനെയാണ് ഇൻകം, യൂട്യൂബ് റവന്യൂ എൻ്റെ കയ്യിൽ വന്നു ചേർന്നെന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളും, പിന്നെ ഞാൻ എന്താണ് ഡിലേ ആയത്, വീഡിയോസ് ചെയ്യാൻ ഡിലേ ആയത് എന്താണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. മാത്രമല്ല, ഞാനിപ്പോൾ ഈ ഒരു മാസമായിട്ട് പുതുതായിട്ട് ആരെയും ജോയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ. ഇത്രയും നേരം പഴയ വാട്സപ്പ് ഗ്രൂപ്പുകൾ തന്നെയാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി. ഒരുപാട് പേർക്ക് ഞാൻ ഇന്നലെ ഒരു 50ഓളം പേർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഡയറക്റ്റ് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരും വെച്ചിട്ടൊക്കെ ആയാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് മസ്റ്റായിട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടായാലും എന്താ പറയുക, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞ് നമുക്ക് ഓരോ ദിവസവും കയറുന്ന ഡോളർ ആയാൽ കൂടിയും $100 ആയി കഴിയുമ്പോഴാണ് സാധാരണ എല്ലാവരും വിഡ്രോ ചെയ്യുന്നത്. ഞാനും അങ്ങനെ ആയിരുന്നു. ചിലരൊക്കെ പറയും ഞങ്ങൾക്ക് 10K എബോ റവന്യൂ കിട്ടി, അതിന് മുകളിൽ റവന്യൂ കിട്ടി എന്നൊക്കെ. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ എന്താ പറയുക, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വലിഞ്ഞ് ഡോളറൊക്കെ പതുക്കെ ഇങ്ങനെ കയറ്റി വരുമ്പോൾ നമ്മളെന്തായാലും $100 ആകുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വിഡ്രോ ചെയ്യാൻ നോക്കും. കാരണം നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ ആദ്യമായിട്ട് കഷ്ടപ്പെട്ട് ഇതുപോലെ ഒരു സോഷ്യൽ മീഡിയ വഴി നമ്മൾ ആദ്യമായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന റവന്യൂ ആണല്ലോ. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഡോളറാക്കി വെക്കാൻ എന്തായാലും ആരും തന്നെ ഉദ്ദേശിക്കത്തില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഡോളറിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 85-86 ആ ഒരു റേറ്റാണ്. അപ്പോൾ ഞാൻ $100 ആയപ്പോൾ തന്നെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എനിക്ക് എത്ര രൂപയാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് റവന്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നതെന്ന്.
ഞാനിത് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചിലരുടെയൊക്കെ ഒരു ധാരണയാണ് എന്താ പറയുക 10K എബോ അല്ലെങ്കിൽ ഒരു 20K എബോ ആ ഒരു റേഞ്ചിലാണ് എല്ലാവർക്കും യൂട്യൂബ് വരുമാനം കിട്ടുന്നതെന്ന്. പക്ഷേ നമ്മളെ സംബന്ധിച്ച്, അതായത് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് റവന്യൂ വിഡ്രോ ചെയ്തെടുക്കുന്നവർ ഒരു $100 ആയിക്കഴിയുമ്പോൾ തന്നെ വിഡ്രോ ചെയ്യും. കാരണം അവർക്ക് അത്രയും ക്ഷമയെ കാണത്തുള്ളൂ. കാരണം നമ്മുടെ ആദ്യത്തെ ഇൻകം ആയതുകൊണ്ട് തന്നെ, ആദ്യത്തെ റവന്യൂ ആയതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും ക്ഷമയെ കാണത്തുള്ളൂ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം എനിക്കിത് എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൈയോടെ തന്നെ എടുത്തിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഗൈസ്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഒരു റവന്യൂ കുറച്ച് നേരത്തെ കിട്ടുമായിരുന്നു. ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ലോങ് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഡിലേ ആയത്. പക്ഷെ ഞാൻ ഷോർട്സ് ഡെയിലി മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമുക്ക് യൂട്യൂബിൽ നിന്നും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് എങ്ങനെയാണ് റവന്യൂ ഏൺ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഞാൻ ഇപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. മാത്രമല്ല, വേറൊരു കാര്യം കൂടി, എനിക്ക് ലോങ് വീഡിയോയിൽ നിന്ന് മാത്രമല്ല റവന്യൂ കിട്ടുന്നത്, ഷോർട്സിൽ നിന്നും കിട്ടുന്നുണ്ട്. ഷോർട്സിൽ നിന്ന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഷോർട്സിൽ നിന്ന് ഒരു 1000 വ്യൂസ് ആയി കഴിയുമ്പോൾ 0.01 ആണ് ഡോളറായിട്ട് കയറുന്നത്. എനിക്ക് ലോങ് വീഡിയോയിൽ നിന്നും ഷോർട്സിൽ നിന്നും ലൈവിൽ നിന്നും, ഞാൻ ലൈവ് ചെയ്തിട്ട് ഒരുപാട് നാളായി, ഇതെല്ലാത്തിൽ നിന്നും എന്താ പറയുക, എൻ്റെ മോണിറ്റൈസേഷൻ ഓണായി കിടക്കുവാണ്. അപ്പോൾ നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ, കൂടുതൽ ലോങ് വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ റവന്യൂ ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു 1000 വ്യൂസ് ആയി കഴിയുമ്പോൾ നമുക്കവിടെ $1 കിട്ടുന്നത്. പക്ഷേ ഷോർട്സിൻ്റെ കാര്യത്തിൽ നമുക്ക് 1 lakh വ്യൂസ് ആയി കഴിയുമ്പോഴാണ് $1 കയറുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഷോർട്സ് കേന്ദ്രീകരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഷോർട്സിൽ ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമൊക്കെ ഷോർട്സ് വീഡിയോ എനിക്ക് സത്യമായിട്ട് എനിക്ക് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു, എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു, ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അറിഞ്ഞ കാര്യം വെച്ച് നിങ്ങളോട് ഞാൻ പറയുവാണ്, നിങ്ങൾ എങ്ങനെയാണ് ഷോർട്സ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇനി നിങ്ങൾ ബിഗിനറാണ്, അല്ലെങ്കിൽ നിങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഐഡിയ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഫാമിലി റിലേറ്റഡ്, അല്ലെങ്കിൽ കുക്കിംഗ് റിലേറ്റഡ്, അല്ലെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ മാഷ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. കൂടുതലും എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തിരിക്കുന്നത്, എനിക്ക് കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു 30 സെക്കൻഡിൽ താഴെ ഞാൻ ഷോർട്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലും വ്യൂസ് കിട്ടുന്നത്. കാരണം അത് ഓരോരുത്തരിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ അത് അവിടെ സ്റ്റക്കായി പോകുകയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ മിനിറ്റ്സ് അല്ലെങ്കിൽ സെക്കൻഡ്സ് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സെക്കൻഡ്സ് ഏൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു വ്യൂസിൻ്റെ കൗണ്ട് കയറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 20 സെക്കൻഡിൻ്റെ ഷോർട്സ് ആണെങ്കിൽ കൂടി ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിയുമ്പോൾ എന്താ സംഭവം നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു വ്യൂസ് അവിടെ കയറി കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് പേര് ഡയലോഗ്സ് ഉൾപ്പെടെ ആയാലും എന്തെങ്കിലും ആക്ഷൻ ആണെങ്കിൽ കൂടിയും അത് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് ഒരുപാട് പേര് വ്യൂസൊക്കെ ആയാലും സബ്സ്ക്രൈബേഴ്സൊക്കെ ആയാലും ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മാഷ് പോലത്തെ എന്തെങ്കിലും ആക്ടിങ്ങും കാര്യങ്ങളും ചെയ്താൽ പെട്ടെന്നാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് ഷോർട്സൊക്കെ ആയാലും റീൽസൊക്കെ ആയാലും ഇറങ്ങുന്നുണ്ട്. അത് വെച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചാൽ കിട്ടും. പിന്നെ കൂടുതൽ വൈറലാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അമ്മയും മോളും കൂടിയുള്ള എന്തെങ്കിലും ഇൻട്രാക്റ്റിംഗ് സെക്ഷൻ, അവരുടെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് എന്തെങ്കിലും സബ്ജക്റ്റ്, അതുപോലെ തന്നെ കപ്പിൾ റിലേറ്റഡ്, അതുപോലെ തന്നെ അമ്മായിമ്മ മരുമോൾ, ഇങ്ങനെയുള്ള കാര്യത്തിലാണ് ഇപ്പോൾ കൂടുതലും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലും വേറെ എന്ത് ടോപ്പിക് ഇട്ടാലും ഇത് ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം ടൈപ്പ് ഷോർട്സ് നിങ്ങൾ ആദ്യം തുടങ്ങിയിട്ട് കൂടുതൽ നിങ്ങൾ തന്നെയാണ് ശ്രദ്ധിച്ച് നോക്കൂ. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ്, വലിയ വലിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ കൂടി അവരെന്ത് സബ്ജക്റ്റാണ് ആദ്യം ചൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ മനസ്സിലാവും. നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ചാനൽ, കാരണം അങ്ങനെ ഇതൊരു സംഭവമാണ്, അതായത് അതിലൊരു കണ്ടന്റ് ഉണ്ട് എന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അത് അവിടെ അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത്. അതവർക്ക് ഇഷ്ടപ്പെട്ട് അവിടെ ലൈക്ക് വീഴും. അതായത് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് അത് നമ്മളിങ്ങനെ ഷോർട്സ് നമ്മളിങ്ങനെ കാണുന്നു, അതിലവിടെ ഒരു ലൈക്ക് വീണ് കഴിഞ്ഞാൽ അത് വീണ്ടും കൂടുതൽ ആൾക്കാരിലേക്ക് റെക്കമെൻഡേഷൻ ത്രൂ എത്തിക്കാൻ യൂട്യൂബ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മറിച്ച് നമ്മളിപ്പോൾ ഒരു ഷോർട്സ് കാണുന്നു, അത് ഫുള്ളും കാണാണ്ട് ഇങ്ങനെ മാറ്റി പോകുമ്പോഴാണ് അത് അതിൻ്റെ റണ്ണിങ് കപ്പാസിറ്റി കുറഞ്ഞു വരുന്നത്. മറിച്ച് നമുക്ക് ലൈക്ക് കിട്ടുവാണെങ്കിലോ അതിൻ്റെ റണ്ണിങ് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും റെക്കമെൻഡേഷനിലേക്ക് ആ വീഡിയോ ഫ്രീസ് ആകാണ്ട് ഇങ്ങനെ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഷോർട്സ് ഇടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്.
ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇത്തരം ഷോർട്സൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വൈറലായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സബ്ജക്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. കാരണം നമുക്ക് കാണാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ ഇഷ്ടമുള്ള എന്തിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങൾ ഷോർട്സ് ഇടണം. ഷോർട്സ് വൈറലാകുന്ന രീതിയിലുള്ള ഷോർട്സ് ഇടണം. ഷോർട്സിൻ്റെ കൂടെ തന്നെ ലോങ് വീഡിയോയും ഇടാൻ ശ്രമിക്കുക. ലോങ് വീഡിയോ ഇടാനായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ടൈം ഇല്ല എങ്കിൽ നിങ്ങൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ലോങ് വീഡിയോ ഇടാൻ നോക്കുക. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 1 മാസം ഗ്യാപ്പ് വന്നുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ കിട്ടാൻ ഡിലേ ആയത്. ഇപ്പോൾ കണ്ടന്റിനെ സംബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു സബ്ജക്റ്റിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ചാനൽ വൈറലാകുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് സബ്ജക്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. ഇപ്പോൾ ഞാൻ നിലവിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഡേ ടു ഡേ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അവരുടെ കാര്യം കാണിക്കുന്നുണ്ട്, എൻ്റെ കാര്യം സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെറിയ ചെറിയ ഡയലോഗ്സ് റീൽസ് ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ചെറുതായിട്ട് എന്താ പറയുക ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഇല്ലാണ്ട് നമുക്കൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് അതിനുള്ളൊരു എന്താ പറയുക ടൈം വന്നിരിക്കുകയാണ്. ഞാൻ എപ്പോഴൊക്കെ കുറേ കാര്യങ്ങൾ ഓരോരോ ഐഡിയാസ് വരുമ്പോൾ ഞാൻ എപ്പോഴൊക്കെ അത് ചെയ്യാൻ നോക്കുന്നു അതൊക്കെ ഞാൻ എപ്പോഴൊക്കെ പെട്ടെന്ന് നടക്കുന്നു അതൊക്കെ ഫ്ലോപ്പായി പോകും. പക്ഷേ ഈ ഒരു ഞാനിപ്പോൾ ചൂസ് ചെയ്ത സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഞാൻ അതിലേക്ക് എത്താനായിട്ട് ഒരുപാട് എന്താ പറയുക എല്ലാം കുറേ തടസ്സങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതോടെ എനിക്ക് എൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ ഒപ്പം ഇത് സക്സസ് ആകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. വേറൊന്നുമല്ല, ഇപ്പം ഞാൻ ചെറിയ രീതിയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് എന്താ പറയുക ഒരു ബോട്ടിക്ക് എന്താ പറയുക ഒരു വലിയൊരു ഷോപ്പ് അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് വന്നിട്ട്. അതിനായിട്ട് ഞങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഞങ്ങളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പതുക്കെ എന്താ പറയുക കുറച്ച് സേവിങ്സും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞ് അതിലേക്ക് തിരിയണം. പിന്നെ വേറെയും കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് ഇൻകം കയറി തുടങ്ങിയല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് എൻ്റെ ബിസിനസ്സിലേക്ക് മാറ്റിയിട്ട് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും ദിവസം ഗ്യാപ്പ് വന്നതിൽ വേറൊന്നുമല്ല, കുറച്ച് തിരക്കും കാര്യങ്ങൾ. പിന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിനായിട്ട് വേറെ ഡൽഹി വരെ പോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. വേറെ മാത്രമല്ല പിന്നെ കുറച്ച് കുസൃതിയായിട്ട് വരും, അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ബിസിനസ് എല്ലാം കൂടി ആയപ്പോൾ എന്താ പറയുക ഒട്ടും സമയം കിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഈ 1 മാസത്തെ കാര്യങ്ങളെന്ന് പറയാനായിട്ട്. അപ്പോൾ എൻ്റെ ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയാലും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയാലും ഇനി അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, കുഞ്ഞിന് ഇപ്പോൾ എൻ്റെ ബേബിക്ക് പുതിയൊരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്, ഫോൺ എടുത്ത് എറിയുന്ന സ്വഭാവം. അപ്പോൾ എൻ്റെ ഫോണും ചെറുതായിട്ടൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ അവൾ വീണ്ടും എറിഞ്ഞ് പൊട്ടിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസും ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഷോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്താ പറയുക ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഷോർട്സും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും സാധിക്കും. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കുക എന്താ ചോദിച്ചാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കണം കേട്ടോ. എഡിറ്റ് ചെയ്തത് കാണിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എന്താ പറയുക വ്യൂസ് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താ ചോദിച്ചാൽ അത്യാവശ്യം ഒരു ക്ലാരിറ്റി ഉള്ളൊരു ഫോൺ, അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഫോണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന OnePlus ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് എൻ്റെ ഷോർട്സൊക്കെ ചെയ്യുമ്പോഴായാലും ചിലക്ക് ബ്ലറായിട്ട് തോന്നും. ഇതൊരു ക്ലാരിറ്റി കുറവ് പോലെ തോന്നുന്നുണ്ട് എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അതെന്താ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഇതിപ്പോൾ കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ട്. ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോണൊന്ന് തുടക്കാത്ത കൊണ്ടായിരിക്കും, എനിക്കറിയില്ല എന്താണെന്നറിയില്ല. അപ്പോൾ നോർമലി ഉള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതുപോലെയൊക്കെയുള്ളൊരു ക്ലാരിറ്റി ഉള്ള ഫോൺ മതിയല്ലോ. അതെ, ഇപ്പോൾ ഐഫോൺ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും എന്ത് ഫോണാണ് യൂസ് ചെയ്തത് മാക്സിമം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഭയങ്കര എങ്ങനെയും ഒക്കെ ഒരു EMI വഴിയൊക്കെ ആയാലും ഫോൺ എടുത്തിട്ട് ചെയ്യാൻ നോക്കും. അതിന് ഞാനിപ്പോൾ എന്താ പറയുക, എനിക്കതിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല. നിങ്ങൾക്ക് സക്സസ് ആകുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി കറക്റ്റ് ആയിരിക്കാം.
അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ OnePlus തന്നെയാണ് ഇപ്പോൾ ഫോൺ എടുക്കുന്നത്. 5-6 മാസം മുമ്പ് ഐഫോണിലായിരുന്നു. അങ്ങനെയുള്ളൊരു കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഗൂഗിളിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അറിയത്തില്ല. പിന്നെ ഗൂഗിളിലെ സെറ്റിങ്സിൽ വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കസ്റ്റമൈസേഷനിലായാലും മെയിൻ ചാനലിൻ്റെ സെറ്റിങ്സിലൊക്കെ ആയാലും ബേസ് സെറ്റിങ്സ് ഉൾപ്പെടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ലോങ് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോസ് മസ്റ്റായിട്ട് കാണുക. വീഡിയോസ് മസ്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഡൗട്ട് വരത്തില്ല. അപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ അവരോട് പറയുന്നത് ഞാൻ ഇന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കുക, അതിൽ ഇതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുക. പിന്നൊരു കാര്യം പറയാനുള്ളത് വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റിയാണ്. വാട്സപ്പിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 മാസം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെയുള്ള വാട്സപ്പ് ഗ്രൂപ്പൊക്കെ റണ്ണിങ് ആണ്. എങ്കിൽ കൂടി എനിക്ക് ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട്, ഇനിയും കൊടുക്കാനുണ്ട്. 50 പേർക്കോളം ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്, ഇന്നലെ കൊടുത്തു. ഇനി എനിക്ക് ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാനുണ്ട്. ഇന്നലെ ഞാനൊരു ഗ്രൂപ്പ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് വാച്ച് അവർ കൂട്ടണം, സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം എന്ന് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ബയോയിൽ നമ്പർ ഉൾപ്പെടെ വാട്സപ്പ് ചാനലിൻ്റെ നമ്പർ ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ വന്നിട്ട് നിങ്ങൾ ആഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരുപാട് പേര് വേണമെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമന്റ് ഇടും, ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല, പിന്നെ നീ ഇങ്ങനെയാണ് റിപ്ലൈ തരുന്നതെന്ന്. അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 1 മാസം എനിക്കിതുപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ അങ്ങോട്ട് റിപ്ലൈ തരും എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അകത്തുള്ളവരാൾ കൂടിയും പുറത്തുള്ളവരാണെങ്കിൽ കൂടി, ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ കൂടി ഒരുപാട് പേര് എന്താ പറയുക ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എന്താ പറയുക, എല്ലായിടത്തും ഉള്ളവർ മെസ്സേജ് അയച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ പോളിസിയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വീഡിയോ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം ഞാനിപ്പോൾ ഓർത്ത് കേട്ടോ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് പേര് മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക്, ചേച്ചി ഇതുപോലെ 4000 വാച്ച് അവർ ആയി എന്നും പറഞ്ഞു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ 1K ആയവർ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരും സക്സസ് ആയിട്ടുള്ള ഒരു ജേണി തന്നെ എന്നെ വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കിയിട്ട് നിങ്ങൾ റവന്യൂ ഏൺ ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവരോടും കൂടി പറയുകയാണ്, അതായത് എന്നെപ്പോലുള്ള വീട്ടമ്മമാർ, കുട്ടികളുള്ളവർ, കുഞ്ഞുകുട്ടികളുള്ളവർ, സ്റ്റുഡൻസ്, എംപ്ലോയീസ്, കിട്ടുന്ന പണം ഒന്നിനും തികയാതെ വരുന്ന എംപ്ലോയീസ്, എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാധിക്കും. എന്നേക്കാൾ ഒരുപാട് എന്താ പറയുക വിവരമുള്ളവർ കാണും, അതുപോലെ തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കാണും. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ടാലൻറ്റഡ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളൊക്കെ ടാലൻറ്റഡ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതും സാധിക്കും. മടിച്ച് നിൽക്കുന്നവരാണെങ്കിലും ബാക്കിലോട്ട് പോകുന്നവരാണെങ്കിലും എന്താ പറയുക ഭയങ്കര മൂകത പിടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ കൂടിയും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്ത് സക്സസ് ആയി കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു എനർജി വരും. മാത്രമല്ല ഇപ്പോൾ യൂട്യൂബിൽ നിന്നും ഇൻകം കൂടി കയറുവാണെങ്കിൽ എന്താ പറയുക നമുക്ക് വീണ്ടും അത് ഉണ്ടാക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വരും. നമ്മൾ വീണ്ടും പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലെന്ന് പറയുമ്പോൾ മീൻസ് യൂട്യൂബിൻ്റെ കാര്യത്തിലെന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചത് സക്സസ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബാക്കിലോട്ട് പോകേണ്ടി വരത്തില്ല. കാരണം നമുക്ക് ഇതിൽ നിന്ന് ഇൻകം കയറിക്കൊണ്ടിരിക്കും. നമ്മൾ ബാക്കിലേക്ക് പോയില്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമുള്ള കാര്യമായിട്ട് പറഞ്ഞത്. നമ്മൾ ബാക്കിലോട്ട് പോയില്ല, മുമ്പിലോട്ട് തന്നെ നമ്മുടെ ഡോളറിൻ്റെ റേറ്റ് കൂടി കൊണ്ടിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് പുതിയ ടിപ്സും ട്രിക്സൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇൻകം ഏൺ ചെയ്യാൻ, നമ്മുടെ യൂട്യൂബിൽ നിന്നും യൂട്യൂബ് റവന്യൂ ഏൺ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആരുടെയും കമൻറ്റ് ഒന്നും കാണുന്നില്ല. ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ കൂടിയും മുമ്പൊക്കെ കമൻറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് പിന്നെ എല്ലാവർക്കും എങ്ങനെയൊക്കെയാണ് വാച്ച് അവർ കൂടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പിടികിട്ടി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ബിസിയിലാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്, എങ്ങനെ വാച്ച് അവർ കൂട്ടാം എന്നുള്ളതിൻ്റെ തിരക്കിലാണ്. എങ്കിൽ കൂടിയും ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്താലും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്താലും മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.